പാകിസ്ഥാനിൽ തങ്ങൾ സുരക്ഷിതരാണെന്നാണ് ജെയ്ഷെ മുഹമ്മദ് കരുതിയിരുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ഭീകര ക്യാമ്പുകൾ ചുട്ടരിച്ചതോടെ ഭീകരർക്കിടയിൽ ജെയ്ഷെയുടെ പ്രഭാവം നഷ്ടമായി. ആ നാണക്കേട് മറയ്ക്കാൻ ആക്രമണം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ബോംബ് വീണ സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ അതും അതീവ രഹസ്യമാക്കി വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിട്ടില്ല എന്ന കള്ളപ്രചരണവും അവർ നടത്തി. ഇതിനെല്ലാം പിന്നിൽ ISI ആണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാലാക്കോട്ടെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിട്ടില്ല എന്ന കള്ളപ്രചരണത്തിന് നേതൃത്വം നൽകിയത് ISI എന്നാണ് റിപ്പോർട്ടുകൾ. ISIയുടെ സ്വാധീനമുള്ള അൽ ജസീറ എന്ന അന്താരാഷ്ട്ര മാധ്യമമാണ് ഇന്ത്യൻ വ്യോമാക്രമണം വ്യാജമാണെന്ന രീതിയിൽ ആദ്യം വാർത്ത കൊടുത്തത്. ദൃക്സാക്ഷി എന്ന നിലയിൽ ഒരു നാട്ടുകാരന് നൽകിയതും ISI ആയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പിന്നീട് ചില മാധ്യമ ഏജൻസികൾ അൽ ജസീറയെ പിന്തുടർന്ന് വാർത്ത നൽകുകയായിരുന്നു. പാക് സൈന്യം കൊണ്ടുപോയി കാണിച്ച ദൃശ്യങ്ങളും വിവരങ്ങളും യാതൊരു അന്വേഷണവും നടത്താതെയാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം അൽ ജസീറയുടെ വാർത്തയ്ക്ക് ഘടകവിരുദ്ധമായാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളെല്ലാം. ബാലാക്കോട്ടെ പ്രദേശവാസികൾ ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി പറഞ്ഞിരുന്നു. ബോംബ് സ്ഫോടനം നടന്ന ഉടനെ പാക് സൈന്യം അവിടെ വളഞ്ഞതായും മൃതദേഹങ്ങൾ നീക്കം ചെയ്തതുമായുള്ള വിവരമാണ് പിന്നാലെ വന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യ ബോംബിട്ട് തകർത്ത ബാലാക്കോട്ടിൽ മസൂദ് അസ്ഹറിന്റെ ഗസ്റ്റ് ഹൗസും ഉണ്ടായിരുന്നു. അൽ ജസീറ പോലും മസൂദ് അസ്ഹറിന്റെ മരണത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ചിത്രങ്ങളോ വാർത്തയായി നൽകിയിട്ടില്ല എന്നതും സംശയകരമാണ്. എന്നാൽ സംശയങ്ങളെല്ലാം ഒന്നായി പരിഹരിക്കപ്പെടുകയാണ് ഇപ്പോൾ. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയ ബാലാക്കോട്ടിൽ 300 മൊബൈൽ കണക്ഷനുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൽ നിന്ന് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. ജെയ്ഷെ ക്യാമ്പിലെ മൊബൈൽ കണക്ഷനുകൾ സ്ഥിരീകരിച്ചത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനാണ്. ഇന്റലിജൻസ് ഏജൻസികളും ഇത് സ്ഥിരീകരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത്. ബാലാക്കോട്ടെ വ്യോമാക്രമണം വിജയമെന്ന വ്യോമസേനാ മേധാവി VS ധനോവ വ്യക്തമാക്കിയിരുന്നു. എത്ര പേർ മരിച്ചുവെന്ന് വെളിപ്പെടുത്തേണ്ടത് സർക്കാരാണ്. ക്യാമ്പ് തകർന്നതുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ആരോഗ്യം വീണ്ടെടുത്താൽ അഭിനന്ദൻ വർദ്ധമാൻ തിരിച്ചെത്താമെന്നും പോർവിമാനം പറത്താമെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞിരുന്നു. അഭിനന്ദന് ഏറ്റവും മികച്ച ചികിത്സ നൽകുമെന്നും ധനോവ പറഞ്ഞിരുന്നു. ആക്രമണത്തിൽ 250 ജെയ്ഷെ ഭീകരർ കൊല്ലപ്പെട്ടെന്നായിരുന്നു BJP അധ്യക്ഷനായ അമിത്ഷാ പറഞ്ഞിരുന്നത്. വിദേശകാര്യ മന്ത്രാലയമോ സൈനിക നേതൃത്വമോ ഇപ്പോഴും കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണ സ്ഥലം സന്ദർശിച്ചതായ രാജ്യാന്തര മാധ്യമങ്ങളായിട്ട് മനുഷ്യനാശം ഉണ്ടായതിന്റെ തെളിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം ISIയുടെ സ്വാധീനം കൊണ്ടാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങളെല്ലാം അതീവ സുരക്ഷയോടെ മാറ്റുകയും നാട്ടുകാരെ പോലും സംഭവ സ്ഥലത്ത് അടുപ്പിക്കാതിരുന്ന ഒരു പ്രവണതയുമാണ് ആക്രമണം നടന്ന ദിവസം ഉണ്ടായിരുന്നത്. ഇതെല്ലാം സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാനിൽ കയറി ഒരു ഭീകര ക്യാമ്പ് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ വലിയ നേട്ടം തന്നെയാണ്. രാജ്യാന്തര തലത്തിലും ഇന്ത്യക്ക് ഇത് അഭിമാനം നേടിക്കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISI ഇത് മറച്ചുവെക്കാൻ ഇത്രമേൽ കഷ്ടപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.